അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഈ വീഡിയോയിൽ പറയുന്നത് കറക്റ്റ് കേൾക്കുക, എന്നിട്ടത് കറക്റ്റ് ചിന്തിച്ച് നോക്കാം. ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 100% കറക്റ്റായിട്ടുള്ള വാക്കുകളാണ്. അതായത് പലയിടത്ത് പല ഹദീസുകളും ഖുർആനിൽ പറഞ്ഞ വിഷയമാണ്. അവസാന കാലം ഏറ്റവും കൂടുതൽ ഫിത്ന ഉണ്ടാവുന്നത് ഈ വേഷധാരികളുണ്ടല്ലോ. എല്ലാ ഉസ്താദന്മാരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റൂല. ഇപ്പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ച് നോക്കാം, ഇവർ ജീവിതത്തിലുണ്ടാ, ഇവർ പറയുന്നതാണോ ജീവിതത്തിലുള്ളത്? അപ്പോൾ അത് നമ്മൾക്ക് തെളിവ് സഹിതം കാണുകയാണെങ്കിൽ എന്തിനാണ് അവരെ പിന്തുടരേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നത്. ബുദ്ധിയുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിട്ടാണ് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഔലിയാക്കന്മാരുടെ ജീവിതമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ദുനിയാവിനെ സ്നേഹിക്കുന്ന, ഇതുപോലെ വെറും പൈസ, ദുനിയാവിടെ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന ഇവരെ പിന്നാലെ കൂടിയിട്ട് എന്തിനാണ് നമ്മളെ ജീവിതം, നമ്മളെ ഈമാനെ നഷ്ടപ്പെടുത്തുന്നത്? അത് ഈ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ നമുക്ക് സത്യമായിട്ട് പറയണമെന്നുള്ള ഒറ്റൊരാഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് മനസ്സിലാക്കി എന്തിനാണ് അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടുന്നത്? വല്ല ആശയമുണ്ടോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഒരു ഹദീസുണ്ട്. 3 കൂട്ടരാണ് അല്ലാഹു തആല ആദ്യം പിടിച്ച് നരകത്തിൽ വന്നത്. അതിൽ പെട്ടതാണ് പണ്ഡിതന്മാർ, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തവർ, പിന്നെ സക്കാത്ത് കൊടുത്തവർ, ദീനിൻ്റെ മാർഗ്ഗത്തിൽ. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള വിഷയമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഇതൊക്കെ തെളിവുകളും ഹദീസുകളും ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ യാഥാർത്ഥ്യത്തിൽ മനുഷ്യർ ചിന്തിക്കുന്നില്ല? ഇതിനൊക്കെ തക്കതായ കാരണമുണ്ട്. അവരുടെ വ്യക്തി താല്പര്യത്തിന്, വ്യക്തിയെ കാണിക്കുന്ന അനാനിയത്ത്, ഞാനെന്നുള്ള ബോധം, നമ്മുടെ സ്വന്തം സ്വാർത്ഥത, ഇതിലൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്നത്. അള്ളാഹ്ക്ക് എന്ത് കാര്യമാണ് ഇതിലുള്ളത്? അതാണ് പറഞ്ഞത് അള്ളാഹ് മുഖത്തേക്ക് വലിച്ചെറിയൂന്. ഇത് ചില്ലറ സംഭവമല്ല. ഇവിടുന്ന് മരിച്ച് പോകണം, അപ്പം മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനത്തെ ദീർഘവും ഉസ്താദിന് എത്ര ആസ്തി ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? അവസാനത്തെ ദീർഘവും പാപങ്ങൾക്ക് കൊടുത്തിന് വിധങ്ങൾ. ഇനി ഉസ്താദിന് എത്ര ആസ്തി ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിന്റെ വീട്, കാറ്, അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും ഫീൽ ചെയ്തിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന ഈ ഉസ്താദ് പ്രവൃത്തിയിൽ കാണിക്കുന്നില്ല. അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഇതൊക്കെ ചോദിക്കാൻ കാരണം, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോക്ക് തെറി അഭിഷേകം. ഉസ്താദിനെ പറയാൻ ആരാ? ഉസ്താദ് ഖുർആന് പഠിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, അല്ലാണ്ട് വായോണ്ട് പ്രസംഗിച്ചിട്ടല്ല. ഈ ഉസ്താദ്മാര്